നമസ്കാരം. ആരോഗ്യ സെവയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ശ്രീലക്ഷ്മിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ആണ്. അപ്പോൾ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും എപ്പോഴും എല്ലാവർക്കും അതിലൊരു ആശങ്കയുണ്ട്. എന്തിനൊരു സൈക്യാട്രിസ്റ്റിനെ കാണണം? എല്ലാവർക്കും ഉണ്ടാകുന്നത് ഒരേ ബുദ്ധിമുട്ടുകളാണ്. ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ ഒരു ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ടി വരും. പക്ഷേ എന്തിന് നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കാണണം? ആ സൈക്യാട്രിസ്റ്റിനെ കണ്ട് സൈക്യാട്രിസ്റ്റ് തരുന്ന മരുന്നുകൾ കഴിക്കേണ്ട ഒരവസ്ഥ, അത് കഴിഞ്ഞാൽ ആ രോഗി, ആ ബൈസ്റ്റാൻഡേഴ്സ്, ഒപ്പം ഡോക്ടർ ഒക്കെ നേരിടുന്ന കുറേ പ്രതിസന്ധികളുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പ്രധാനമായും ഞാൻ മുമ്പ് നമ്മളുടെ സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ഒരു സൈക്യാട്രിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരീരത്തിലെ അവയവമല്ല, മനസ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒപ്പം രോഗിക്കൊപ്പം വരുന്ന ആളും ഒരു വല്ലാത്ത തലവേദന ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത്. ശരി, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ മാനസിക പ്രശ്നങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന ഘടകം നമ്മുടെ അവയവം ബ്രെയിനാണ്. അപ്പോൾ ഒരു ബ്രെയിൻ ഡിസോർഡറാണ്. അപ്പം തലച്ചോറിനകത്ത് താരതമ്യേന ഒരു നോർമൽ വ്യക്തിയുടെ ബ്രെയിനിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകതരം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ്. ഒരു എവിഡൻസ് ബേസ്ഡ് നമ്മുടെ ഒരു ബയോളജിക്കൽ പാർട്ടാണത്. അതിനോടനുബന്ധിച്ച് മറ്റ് സൈക്കോ സോഷ്യൽ സ്ട്രെസ്സറുകൾ കാണാം. അതായത് നമ്മൾ വളരുന്ന സാഹചര്യങ്ങൾ, എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സേഴ്സ്, ഇതെല്ലാം ഉണ്ടാവാം. അത് മാത്രമായി കാണുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു വിഷാദ രോഗം അനുഭവിച്ചു വരുന്ന ഒരു പേഷ്യൻറ്റിന് ഇത്തരം പ്രശ്നങ്ങളായിരിക്കും വരുന്ന ആ വ്യക്തികൾക്ക് കാണുന്നത്. അവരനുഭവിക്കുന്ന സ്ട്രെസ്സേഴ്സോ പ്രശ്നങ്ങളോ മാത്രമേ അതിനൊരു കാരണമായി കാണാൻ പറ്റൂ. ബട്ട് ഇതിൻ്റെ പിറകിലുള്ള സംഗതികൾ കുറച്ചൊക്കെ ആളുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. ബട്ട് ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും അത് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സൈക്യാട്രിയോട് അനുബന്ധിച്ച് വരുന്ന സ്റ്റിഗ്മ. എന്തിന് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരണം? നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കൂടെ? ഒന്ന് എക്സസൈസൊക്കെ ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഒന്ന് ജിമ്മിലൊക്കെ പോയി ഒന്ന് ശരിയാവില്ല, ഒന്ന് നടക്കാനൊക്കെ പോയിട്ട് വന്നൊന്നും ശരിയാകത്തില്ല, ആരെങ്കിലും അടുത്തൊന്നും സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആകത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ റൂമിൽ തന്നെ വന്നിരുന്ന് അങ്ങനെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കഴിവതും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. എന്നുവെച്ചാൽ അത് അവരുടെ ഒരു കുറ്റമായിട്ട് പറയുകയല്ല, മേ ബി അറിയാത്തത് കൊണ്ട് പറയുന്നതായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവരുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. താരതമ്യേന നല്ല ക്ഷമയോടുകൂടെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ ചില രീതിയിൽ കമൻറ്റുകൾ പറയും. അത് ഈ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അത്തരം ഒരു ക്രിട്ടിക്കൽ ഒരു രീതിയിലുള്ള കമൻറ്റുകൾ കേൾക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾക്കിപ്പോൾ ഒരു മനുഷ്യനെ ഏറ്റവും ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഒരു എമ്പത്തിയാണ്, അല്ലേ? നമുക്കൊരു ആളുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മറ്റാരെക്കാട്ടിനും മനുഷ്യന് അങ്ങനെ ഒരു വലിയൊരു കഴിവുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുക, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയൊരു സംഗതിയാണ്. അപ്പം നമ്മൾക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു പ്രശ്നമോ എന്തെങ്കിലും വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിദഗ്ധനായിക്കൊള്ളണമെന്നില്ല, കൂടെയുള്ള ആരെങ്കിലും അവർക്ക് അത് കേൾക്കാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുക, അത് ലിസൺ ചെയ്യുക, എമ്പത്തറ്റിക്കലി ലിസൺ ചെയ്യുക. ഇപ്പം നമ്മളൊരു പ്രൊഫഷണൽ ചെയ്യുമ്പോൾ പോലെ ലിസണിങ്ങിന് പല പല മേഖലകളുണ്ട്. അതുപോലെ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും അവരുടെ വിഷമങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിട്ട് സമയം കൊടുക്കുന്നുണ്ടെന്നുള്ള ഫീല് ഈ വ്യക്തിക്ക് കിട്ടണം. മറ്റൊരു പ്രശ്നങ്ങൾ വന്ന് പറയുന്ന ആൾക്ക് ലഭിക്കണം. അതിനുശേഷം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഹെൽപ്പ് വേണ്ടുന്നതാണോ, അല്ലെങ്കിൽ ഒരു മരുന്നിൻ്റെ സഹായം വേണോ, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ എന്തിനെങ്കിലും ഒരു സഹായം വേണ്ടുന്ന വ്യക്തിയാണെങ്കിൽ അവരെ അതിന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അതാണ് ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുക, അപ്പോഴത്തേക്കും പറയുക അല്ല എൻ്റെ പ്രശ്നങ്ങൾ നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിനും ഒന്നുമില്ലല്ലോ. കോമണായിട്ട് കേൾക്കുന്നൊരു സംഗതിയാണ്. അതായത് അത്രയ്ക്കൊന്നും വരില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നിന്നെക്കാട്ടും മുമ്പേ തൂങ്ങിച്ചാവണ്ടേ, ആത്മഹത്യ ചെയ്യണ്ടേ, ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ എന്നുവെച്ചാൽ സഹായിക്കില്ല. സഹായിക്കുന്നതിന് പകരം ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യും, ദോഷം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ പേഷ്യൻ്റ് സ്വയം ചിന്തിക്കുന്നത് എന്താ, ഞാൻ ആരോട് പറയാൻ, പറഞ്ഞിട്ടെന്ത് ഗുണം, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ഇതാണ് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ ഇതിനെക്കാളും നല്ലത് മിണ്ടാതിരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി അവിടെ തീരുകയാണ്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എൻ്റെ പ്രശ്നങ്ങൾക്ക്
ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കാനും കഴിയുന്നില്ല. പയ്യെ പയ്യെ ആ ഒരു രീതി അങ്ങ് നിർത്തും. പോസ്റ്റ്പാർട്ടം പീരീഡിലും പിന്നെ ഡിപ്രസീവ് ഡിസോർഡേഴ്സിലും ഒക്കെ ഈ ഒരു സംഗതി ബുദ്ധിമുട്ടായി കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക്കിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. പബ്ലിക് എന്നല്ല, ആളുകളുടെ അടുത്ത് എനിക്ക് പറയാം, അങ്ങയുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും മാനസിക രോഗമായോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും ചെയ്യേണ്ട, ലിസൺ ചെയ്താൽ മതി, ഹിയർ ചെയ്താൽ മതി. അവരുടെ സിംറ്റംസ് എന്താണെന്ന് കേൾക്കുക. നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്, കൂടെ നിൽക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ അതിന് മടിച്ച് നിൽക്കരുത്. അതായത് ഇതിനൊരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സംഗതിയാണ്. പലരുടെയും സൂയിസൈഡ് ചെയ്തിട്ടായിരിക്കും ബാക്കിലോട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, അവന് ഇന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഉണ്ടായിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അല്ലെ? ഒരു ഹാപ്പി ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. ആർക്കും പുറമേ ഒന്നും കാണാൻ പറ്റത്തില്ല, ലക്ഷണങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം ഉണ്ടാവും. ഉറക്കക്കുറവും ഇതെല്ലാം അനുഭവിച്ചിട്ടും പുറമേ ആളുകളോട് ചിരിച്ച് നടക്കുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മുടെ നാട്ടിലുണ്ട് എന്നും എല്ലാത്തിനെയും നമ്മൾ സിമ്പിളായിട്ട് കാണാൻ പാടില്ലെന്നും, ഇന്ന് നമ്മൾ ജീവിച്ചു വരുന്ന ഈ സാഹചര്യം എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്തിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അവയവമുണ്ടെന്നും അതിന് പ്രശ്നങ്ങൾ വരാമെന്നും എല്ലാം മനസ്സിലാക്കണം. ഇതിപ്പോൾ മറ്റ് അസുഖങ്ങൾക്ക് ഇപ്പോൾ ഒരു പനി വരികയാണെങ്കിൽ ഒരു പാരസെറ്റമോളോ ഡോളോ കഴിച്ച് നമുക്ക് സ്വയം ചികിത്സിക്കാം, അല്ലെങ്കിൽ സ്വയം നമുക്ക് കെയർ എടുക്കാൻ പറ്റും. പക്ഷെ ഒരു മെൻ്റൽ ഇൽനെസ് വരുന്ന ഒരാൾക്ക് ഉറപ്പായും ചുറ്റുമുള്ളവരും ഡോക്ടേഴ്സും അങ്ങനെ ഒരു സൊസൈറ്റി തന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഒരു മെൻ്റൽ ഡിസോർഡർ ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം ഒരു സ്റ്റിഗ്മ നിൽക്കും. കാരണം ഇപ്പോൾ എനിക്ക് അങ്ങനെ വന്നു, ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വന്നു കഴിഞ്ഞു, അങ്ങനെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ മറ്റൊരു കണ്ണിൽ കാണുമോ എന്നൊരു ഉള്ളിലൊരു പ്രഷർ ചില രോഗികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ ഇത് പേഷ്യൻറ്റിനെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതിലൊരു തടസ്സമല്ലേ അത്? ഒരുപാട് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് പലരും ബുദ്ധിമുട്ടുകൾ ഈ ഓൾറെഡി ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റിഗ്മ കാരണം മുന്നോട്ട് വരില്ല. പലരും ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കും, പല പരിപാടി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ ചെയ്തു നോക്കും. പക്ഷേ അതെന്ന് പറയുന്നത് അത്രയും നാളും കൂടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ ഡിലേ വൈകിപ്പിക്കുകയാണ്. അത്രയും നാളും കൂടി ആ ഒരു വ്യക്തി ബുദ്ധിമുട്ട് സഫർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എത്രത്തോളം നേരത്തെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അത്രത്തോളം. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവയർനെസ്സുകൾ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയാറുണ്ട്. മാറ്റം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല കാര്യം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇനിയും മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ഒരു സൈക്യാട്രിയുടെ റൂമിലോട്ട് കടക്കുമ്പോൾ ന്യൂറോളജി ഭാഗം വരെ വരും. അതായത് ഒരു ഹാർഡ്വെയർ വരെ കറക്റ്റ് ചെയ്യാൻ ഒരു മിക്കവാറും നമ്മുടെ ഇമോഷണൽ പ്രോബ്ലംസ് എല്ലാം ആദ്യം ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്തോ ആയിരിക്കും എത്തുന്നുണ്ടാവും. അവരായിരിക്കും പിന്നെ അതൊരു ബെറ്റർ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ വേണമെന്ന് വിചാരിച്ചിട്ട് ഒരു സൈക്യാട്രിസ്റ്റ് അങ്ങനെ പറഞ്ഞു വിടുന്ന ആളുകൾ പോലും പലരും ആ റൂമിലേക്ക് കടക്കാൻ മടിക്കുന്നു. പക്ഷേ വന്നു കഴിഞ്ഞു നമ്മൾ അതിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരുടെ ആ കൺസെപ്റ്റ് മാറുകയാണ്, ചേഞ്ച് ആവുകയാണ്. ഇതും മറ്റെല്ലാ ഒരു അവയവം പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ട്രീറ്റ് ചെയ്താൽ എനിക്ക് ഭേദമാകും എന്നും മനസ്സിലാവുമ്പോൾ പിന്നീട് അവർ ഫോളോ അപ്പിന് വരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു വിസിറ്റ് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സംഗതിയാണ്. അതിന് ഓൾമോസ്റ്റ് എല്ലാ വിഭാഗത്തിലുള്ള ഡോക്ടർമാർക്കും ഒരു വലിയൊരു പങ്കുണ്ട്. ആദ്യത്തെ കൗൺസിലിംഗ് മേ ബി അവരുടെ ഭാഗത്തു നിന്നായിരിക്കും. അവരായിരിക്കും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയായിട്ട് ആ ഒരു പാർട്ട് അവരായിരിക്കും പ്ലേ ചെയ്യുന്നുണ്ടാവുക. ന്യൂറോളജിസ്റ്റുകൾ എല്ലാവരും ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ അവർ പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന പല പേഷ്യൻസും പറയുന്നുണ്ട് ആദ്യത്തെ ഒരു സംഗതി ഡോക്ടർ ന്യൂറോളജിസ്റ്റുകളായിരുന്നാലും ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആയിരുന്നുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു രീതിയിലുള്ള കൗൺസിലിംഗ് സെഷൻ തന്നെ നടത്തേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇനിയും ഇപ്പോൾ വർഷങ്ങൾ പോകുന്തോറും ആ ഒരു രീതിയൊക്കെ മാറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പണ്ട് കാലത്തൊക്കെ ഇപ്പം അത്തരത്തിലൊരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ഇപ്പോൾ സംസാരിക്കാനൊക്കെ ഒരുപാടുണ്ട്. ഒരു കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ ഒരുപാട് സംസാരിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്രയും വളരെ ചെറിയൊരു ഫാമിലി, അപ്പോൾ അച്ഛനും അമ്മയും തിരക്കിലാവും, കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ ഒരുപാട് ചലഞ്ചസ് നേരിടുന്ന ഒരു കാലമാണ് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ കാലം ഇത്ര മാറിയിട്ടും
ഈ മെൻ്റൽ ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. നമ്മളൊരു സിലബസിലോ അല്ലെങ്കിൽ നമ്മളൊരു റുട്ടീൻ ലൈഫിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി പറയാൻ ഇപ്പോൾ നമ്മൾ കുറേ അവയർനെസ് കൊടുത്തിപ്പോൾ ഈ ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു റുട്ടീൻ ചെക്കപ്പ് ഒക്കെ നടത്താനുള്ളൊരു ആ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ കൊണ്ട് എത്തിച്ചെങ്കിൽ പോലും ഈ മെൻ്റൽ ഹെൽത്തിനൊരു ഇമ്പോർട്ടൻ്റ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് തോന്നുന്നുണ്ടോ? ആ ഒരു ചോദ്യവും ഈ പറയുന്ന പോലെ ഭയങ്കര വാലിഡാണ്. മെൻ്റൽ ഹെൽത്തിനൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ലയോ എന്ന് ചോദിച്ചാലില്ല. പലർക്കും ആ ഒരു ഷെല്ല് അതൊന്ന് ഭേദിച്ച് പുറമേ സ്വന്തം കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യാൻ അത് ഫ്രം ദ വെരി ബിഗിനിങ് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ സ്കൂളിലിപ്പോൾ കൗൺസിലേഴ്സൊക്കെ ഉണ്ടാവും. ബട്ട് നമുക്കിപ്പോൾ പണ്ടൊക്കെ ആണ് ഒരു PT പീരീഡ് പോലെയൊക്കെ ഒരു സംഗതി കിട്ടുന്നില്ലേ, ഒരു ലെഷർ ടൈം പോലെയൊക്കെ കിട്ടുന്നില്ലേ. അതുപോലെ കുട്ടികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു നമ്മളിപ്പോൾ മീറ്റ് ടൈം അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ഒരു സമയം ആ ഒരു ലെഷർ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം സംസാരിക്കാനും ബുദ്ധിമുട്ടുകൾ ടീച്ചർമാരോടോ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളോടോ ഷെയർ ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോയിൻറ്റ്സുകൾ കുട്ടികളെ ഫ്രം ദ വെരി ബിഗിനിങ് ചൈൽഡ്ഹുഡ് മുതലേ പരിശ്രമിക്കണം. അപ്പോൾ പയ്യെ നമുക്ക് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു വിഷമങ്ങൾ അത് ആരും അറിയാതെ സ്വയമായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് എന്നൊക്കെ ഉള്ള ഒരു സംഗതികളെല്ലാം മാറ്റേണ്ടതാണെന്ന് കുട്ടിക്കാലം മുതലേ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരട്ടെ. അപ്പോൾ ഈ പറഞ്ഞൊരു പോയിന്റ്, അതായത് അങ്ങനെ ഒരു മെഷർ മുന്നോട്ട് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു ഷെയ്ഡി ക്യാരക്ടേഴ്സാണ് കുട്ടികളിൽ കൂടുതൽ. കാരണം ഒറ്റ കുട്ടി ഇപ്പോൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവായിരിക്കാം, സംസാരവും ഷെയർ ചെയ്യുന്നത് കുറവായിരിക്കാം, സാധനങ്ങൾ ഷെയർ ചെയ്യുന്നതും കുറവായിരിക്കാം. പാരൻസൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടാലും അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ അങ്ങനെയാണെങ്കിൽ വളരെ ഷെയ്ഡിയായി ഒരു നേരത്തെ തന്നെ ഡോക്ടർ സൂചിപ്പിച്ചു പുറമേ നല്ല രീതിയിൽ കാണിക്കുകയും ഉള്ളിൽ വേറൊരു സ്വഭാവവും കാണിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, വലിയ ആൾക്കാർ. അവരെയൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഏതൊരു പോയിൻ്റാണ് അവർ നമുക്ക് ഈ മെൻ്റൽ ഇൽനെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് നമുക്ക് പുറമേ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്, അതായത് അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഉറക്കക്കുറവ്, സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയുക, ക്ലാസ്സുകളിൽ മറ്റു കുട്ടികൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള കുട്ടികളെക്കാട്ടിനും കമ്പാരിറ്റീവ്ലി സംവാട്ടൊരു അല്ലാത്ത രീതി, അതായത് ബുദ്ധിമുട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക, മൂടിയായിട്ടിരിക്കുക, വേറൊരു ലോകത്തായിട്ടിരിക്കുക, മറ്റു കുട്ടികളുമായിട്ട് സമ്പർക്കമില്ലാതിരിക്കുക, ടീച്ചർമാർ പറയുന്നതുമായിട്ട് ഒബേ ചെയ്ത് പോകാൻ കഴിയാതിരിക്കുക. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് സ്കൂൾ കൗൺസിലേഴ്സ് ആണെങ്കിലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അവർക്ക് മേ ബി ADHD പോലെയുള്ള പ്രശ്നങ്ങളോ ASD ഓട്ടിസം സ്പെക്ട്രം പോലെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെയും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. പിന്നെ അതിപ്പോൾ നമ്മുടെ ന്യൂറോബയോളജിക്കലി നമുക്ക് അങ്ങനെ ചിന്തിക്കാം. സൈക്കോളജിക്കലായിട്ട് അവരുടെ ഫാമിലി എന്തെങ്കിലും സ്ട്രെസ്സേഴ്സ് ഉണ്ടോ, ബ്രോക്കൺ ഫാമിലി എന്നുള്ള കുട്ടികളാണോ, അല്ലെങ്കിൽ സിംഗിൾ പാരൻറ്റിംഗ് ഉള്ള കുട്ടികളാണോ, ഇതുപോലെയുള്ള ഏരിയാസും നമ്മൾ തരംതിരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് ഓരോ കുട്ടികൾക്കും എന്താണോ പ്രശ്നം അതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. പാരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് അടക്കം പാരൻസിനും ടീച്ചേഴ്സിനും അടക്കം എന്തൊക്കെ മാറ്റങ്ങൾ ഈ കുട്ടിയുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, അതിനനുസരിച്ച് വരെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഏറ്റവും കൂടുതലായി നമ്മൾ കേൾക്കുന്നത് ഒരു അടുത്ത കാലത്തായിട്ടാണ് ആൻസൈറ്റി, പാനിക് അറ്റാക്ക്, ഡിപ്രഷൻ. അപ്പോൾ ഡിപ്രഷന് വേണ്ടി പിൽസ് കഴിക്കുന്നു, അങ്ങനെ ബയോളജിക്കൽ ക്ലോക്ക് ശരിയാകുന്നില്ല, അത്തരം കുറേ കാര്യങ്ങൾ, പുതിയ വാക്കുകളൊക്കെ നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു പാനിക് അറ്റാക്ക് അതൊക്കെ വളരെ സിവിയർ ആണോ, അതോ എന്താണത്? നോർമലി എന്താണ് ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്? പാനിക് അറ്റാക്സ് ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ OCD പോലെ തന്നെ എല്ലാവരും ലേമാൻ ടേമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ പാനിക് അറ്റാക്സ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ളൊരു സിവിയറിറ്റി ഉണ്ട്. നമുക്ക് വെറുതെ എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുമ്പോൾ വെപ്രാളം വരികയോ ബുദ്ധിമുട്ട്, അതായത് അൺഈസിനെസ് ഫീൽ ചെയ്യുന്നതോ മാത്രം നമുക്കൊരു പാനിക് അറ്റാക്സ് എന്നൊന്നും ഒരിക്കലും നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അൺകൺട്രോൾഡായിട്ട് വരുന്ന, പെട്ടെന്ന് വരുന്ന ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആദിയാണ്. ആ സമയത്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ലക്ഷണങ്ങളുണ്ടാവാം. പാനിക് അറ്റാക്കിൻ്റെ സമയത്ത് ശാരീരികമായിട്ട് വെപ്രാളത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ നമുക്കൊരു ചെസ്റ്റ് ഹെവിനെസ്സായിട്ട് ഒരു ടൈറ്റ്നസ് പോലെ ഫീൽ ചെയ്യാം, ശ്വാസം മുട്ടലായിട്ട് ശ്വാസതടസ്സം പോലെ വരാം, വയറ് അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ അബ്ഡോമിനൽ ഡിസ്കംഫർട്ടായിട്ടുണ്ടാവാം.
അതുപോലെ തന്നെ ശരീരവേദന, ടിംഗ്ലിങ്, ട്രമേഴ്സ്, അതായത് വിറയൽ പോലെ അമിതമായിട്ട് വിയർക്കുക, അത്രയും ഒരു ഫിസിക്കൽ സിംറ്റംസ് വരാം. ഇതിനോടനുബന്ധിച്ച് വരുന്ന സൈക്കോളജിക്കൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളിൽ ഞാൻ എൻ്റെ നിയന്ത്രണത്തിലല്ല, എനിക്ക് എൻ്റെ കൺട്രോൾ വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, ആ ഒരു തരത്തിലുള്ള ഒരു വെപ്രാളം ആയിരിക്കാം പാനിക് അറ്റാക്സിൽ വരുന്നത്. അത്രയും ഒരു സിവിയറിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു പാനിക് അറ്റാക്ക് പോലെ വരാൻ പറ്റും. അത് പെട്ടെന്നായിരിക്കും, അതായത് നമുക്ക് ഇന്നൊരു സിറ്റുവേഷനിൽ തന്നെ വരണം എന്നില്ല. അതുപോലെ 1-2 തവണ അടുപ്പിച്ചടുപ്പിച്ച് വരാം, അല്ലെങ്കിൽ അൺക്യൂർഡായിട്ട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് തന്നെ വേണമെന്നില്ല, പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാം. ഓൾമോസ്റ്റ് ഒരു 10-20 മിനിറ്റ് ഇത്തരം ബുദ്ധിമുട്ടുകളുടെ ഒരു ബൗട്ട് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ആ സമയത്ത് ആ വ്യക്തി നമുക്ക് മേ ബി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് സിവിയറാണ്, ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ തന്നെ. അതുകൊണ്ട് മിക്ക പേഷ്യൻസും കാഷ്വാലിറ്റികളിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ബാക്കി നമ്മുടെ ECG യും ഇൻവെസ്റ്റിഗേഷനും എല്ലാം ചെയ്ത് നോക്കിയാലും എല്ലാം നോർമലായിരിക്കും. നമ്മൾ പേഷ്യൻറ്റിന് പിന്നെയും ജനറൽ ഫിസിഷ്യൻ കണ്ട് പേഷ്യൻറ്റിന് പിന്നെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. പോകുന്ന വഴിക്ക് പേഷ്യൻസിന് അടുത്ത് പാനിക് അറ്റാക്സ് ഉണ്ടാകാം. എഗെയിൻ പറയാം നമുക്കൊന്നുമില്ല, അങ്ങനെ പറഞ്ഞാൽ പേഷ്യൻസിന് സമാധാനമാവുമോ? ഇല്ല. അവർക്ക് വരുന്നത് സിംറ്റം തന്നെയാണ്. അവർ അനുഭവിക്കുന്നതെന്ന് പറയുന്ന ബുദ്ധിമുട്ട് ഒറിജിനലാണ്, റിയലാണ്. അപ്പം നമുക്കതൊരു തോന്നലാണെന്ന് പറയുന്നത് ഇടുന്നതല്ല ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മൾ ബാക്ക് ടു ചിന്തിക്കുമ്പോൾ അതൊരു ബ്രെയിൻ ഡിസോർഡറാണ്. അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. ആങ്സൈറ്റി അറ്റാക്സിന് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. നമ്മൾ പറഞ്ഞതുപോലെ ഇത് പാനിക് അറ്റാക്സ് ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് പാനിക് ഡിസോർഡർ 1-2 തവണ അറ്റാക്കുകൾ വന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസോർഡർ ലെവലിൽ എടുക്കാൻ പറ്റത്തില്ല. അതിനീ പറഞ്ഞതുപോലെ പാനിക് അറ്റാക്സ് ഒത്തിരി മെഡിക്കൽ കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാം. ഓക്കെ, അതെല്ലാം നമ്മൾ ഒരു ഡോക്ടർ കണ്ട് അതിനെല്ലാം റൂൾ ഔട്ട് ചെയ്ത് അങ്ങനെ ഒരു സംഗതികളൊന്നും മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനൊരു പ്യുവർലി ഒരു സൈക്യാട്രിക് കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു പാനിക് അറ്റാക്ക് ആയിരുന്നു എന്ന് നമുക്ക് ലേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനോടനുബന്ധിച്ച് ആ വ്യക്തിക്ക് ഈ പറയുന്ന പോലെ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം നടത്താൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ട്, ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഞാൻ അവോയ്ഡ് ചെയ്യും, പുറത്തു പോയാൽ എനിക്കിത് വരും, ആ ഒരു ഭയം കാരണം അവർ അവോയ്ഡ് ചെയ്യും ആളുകളെ. അതുപോലെ ജോലി ചെയ്യാൻ പോകാൻ പറ്റത്തില്ല, ജോലി സ്ഥലത്തായിരിക്കാം മേ ബി 1-2 തവണ ഈ അറ്റാക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. ഇനിയും ഇത്തരം ആങ്സൈറ്റി അറ്റാക്കുകൾ വന്നേക്കാമെന്നുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്കിതിനെ ഒരു ഡിസോർഡർ എന്നുള്ള രീതിയിൽ നമുക്ക് ലേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പാനിക് അറ്റാക്സും അതിനോടനുബന്ധിച്ച് വരുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ, ബിഹേവിയറൽ ഡിസ്റ്റർബൻസസും വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു ഡിസോർഡർ ലെവലിൽ എത്തിക്കാൻ പറയും. പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ വിഷാദരോഗം വരാം, വിഷാദമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. കാര്യം ഇതിൻ്റെ എല്ലാം എഗെയിൻ ബാക്ക് ടു പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലെത്തും. ബ്രെയിനിൽ നമ്മൾ പ്രത്യേകതരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ലെവലിലുള്ള മാറ്റങ്ങളാണ്. ഇപ്പോൾ തുടക്കം നമ്മൾ പറഞ്ഞ അതായത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വരാനുള്ളൊരു വിമുഖത കാണിക്കുന്നത് പോലെ പുതിയൊരു ട്രെൻഡ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു ഡിപ്രഷനാണ് എന്ന് തോന്നുകയും അത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകാൻ ശ്രമിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുന്നുണ്ടോ? കൗൺസിലിങ്ങിന് പോവുക എന്ന് പറയുന്നത് എനിക്കതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് ചെക്കപ്പുകളൊക്കെ ഇല്ലേ, ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ ഇല്ലേ, അതിനോടുകൂടെ തന്നെ ഒരു കൗൺസിലിംഗ് സെഷൻ വേണം എന്നുള്ളതാണ് ആ ഒരു രീതിയിലുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാര്യം ഏതെങ്കിലും നമ്മൾ ഹിഡനായിട്ടുള്ള സംഗതികൾ കാണുമായിരിക്കാം, ഉറക്കക്കുറവോ അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള സംഗതികളോ പഠിത്തത്തിനുള്ള ബുദ്ധിമുട്ടുകളോ ജോലി ചെയ്യുന്ന സിറ്റുവേഷൻസ് പലതും നമുക്ക് പറയാൻ പറ്റും. ഒത്തിരി ഏരിയാസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതികളുണ്ടെങ്കിൽ പ്രിവെൻറ്റീവായിട്ട് വരെ നമുക്ക് മെൻ്റൽ ഹെൽത്തിനെ അപ്രോച്ച് ചെയ്യേണ്ട സമയമായി. അതിനനുസരിച്ച് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് മെൻ്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരേണ്ട സമയമായി. ഈവൻ ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ എക്സസൈസ് പോലും അത്തരത്തിലുള്ളൊരിതാണ്, പ്രിവെൻറ്റീവ് മെഷേഴ്സാണ്. ഉറക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്ലീപ്പ് ഹൈജീൻ പോലെയുള്ള സംഗതികൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കും. ഇതൊന്നും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട സംഗതികളായി മാറുന്നില്ല. ഇതൊക്കെ നേരത്തെ കൂട്ടി നമുക്ക് സ്ലീപ്പ് ഹൈജീൻ എന്നൊക്കെ പറഞ്ഞൊരു ഹാബിറ്റാണ്. എങ്ങനെ ഒരു നല്ല ഒരു ഉറക്കം ഇനിഷ്യേറ്റ് ചെയ്യാം, എങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, അതിനോടനുബന്ധിച്ച് ലൈഫൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം, ആ ഒരു രീതിയിൽ പറയുന്ന സ്റ്റെപ്പുകളാണ്. അതിനൊന്നും ഒരു പ്രശ്നമായിട്ട് വരണമെന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതൊക്കെ അഡോപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. യുവതലമുറയിൽ കുറേ പേര് ഇപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസ് പോലും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു ഡിപ്രഷനാണ്, എനിക്ക് ആൻസൈറ്റിയാണ്, അങ്ങനെ ഒരു അതായത് ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് നമുക്ക് ഏതാണ് ഡിസോർഡർ അല്ലെങ്കിൽ ഏതാണ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ലൈഫിൽ
ഒരു പരിധി വരെ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയും. നമുക്കിപ്പോൾ നാളെ ഒരു പരീക്ഷ അല്ലെങ്കിൽ നാളെ ഒരു ഇൻ്റർവ്യൂ വരും, നമുക്ക് അതിന് എന്തെങ്കിലും ഒരു പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു അണ്ടർലൈങ് ഒരു സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഗതി വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനോടൊരു ചൂടും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എഫേർട്ടൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത്തരം സ്ട്രെസ്സ് ഒരു അമിതമായ ഒരു പ്ലേറ്റ് കഴിഞ്ഞും എക്സസീവായിട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്കതിനെ ഡിസ്ട്രെസ് എന്ന് വിളിക്കാം. ഡിസ്ട്രെസ് ലെവലിൽ എത്തുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ പെർഫോമൻസ് ഒന്നും പറ്റാതെ വരികയും ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെയും വരിക. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ഇത്തരം ലക്ഷണങ്ങൾ ഡിസോർഡർ ലെവലിൽ എത്തണമെങ്കിൽ സർട്ടൻ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം നോക്കുക എന്നുള്ളതാണ് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഉത്തരവാദിത്തം. ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഫങ്ഷനിങ് ഇമ്പയർമെൻറ്റ് വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കോതെറാപ്പി സെഷൻസ്, കൗൺസിലിങ്സ് ഒക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ എപ്പിസോഡിലും മേ ബി ഞാൻ പറഞ്ഞതുപോലെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് കൗൺസിലിംഗ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിന് ചില രീതിയിലുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ചെയ്യേണ്ട ആളുകളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും പ്രൊഫഷണൽസ് ഏതൊക്കെ മേഖലയിൽ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് വേണം അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്നതും അവരെ അയക്കുന്നതും ഒക്കെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.